കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്ന് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്ന് വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ വലിയ ബലിക്കല്ലും കൊടിമരവും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. വലത് വശത്തെ നാരായണി എഴുതുമ്പോൾ നരസിംഹസ്വാമി പ്രത്യക്ഷപ്പെട്ട് ആ ഒരു തൂണും കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ഇടത്തെ കാലിന് മുകളിൽ വലത്തെ കാലിങ്ങനെ കയറ്റി വെച്ച് നിൽക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ്. അപ്പം അങ്ങനെ ആ മുട്ടുകാലിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അരയിൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ നൂലുകളൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മാറത്ത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല, അതേപോലെ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കയ്യിൽ വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കോഴിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാലോ നല്ല പുഞ്ചിരിയാണ്. ആ ഉത്സവമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമൊക്കെ ഉള്ള പുഞ്ചിരിയാണ്. എല്ലാവരും കണ്ടുവല്ലോ എന്നുള്ള ഒരു സമാധാനം സന്തോഷമൊക്കെ ഉള്ള പുഞ്ചിരിയാണ്. പിന്നെ തനിക്കാണെങ്കിലും ഒന്ന് വേണം, അവരുടെ കൈ കിട്ടിയതിൻ്റെ ആ ഒരു പുഞ്ചിരി വേറെ. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ട് ഏകദേശം 2 ഒരേപോലെയാണ്. പിന്നെ ഒരു ഉണ്ടമാലയുള്ളത്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് അത് തെച്ചി തുളസി വെളുത്ത പൂവ് അങ്ങനെയായിട്ട് കാലിൻ്റെ അടിയിലേക്ക് എത്തുന്ന ഭാഗത്തേക്ക് കുറച്ച് തുളസി കൂടുതലുള്ള മാതിരി. അപ്പോൾ അതാണ് ഇന്നത്തെ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം, കളഭാലങ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സ് ഈ നേരത്ത് ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മളവിടുന്ന് തൊഴുതിറങ്ങിയ നേരെ അഗ്നികോളിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ഒക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലെ ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വന്ന് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ അവിടെ വന്ന് നോക്കുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. മാറത്ത് നല്ലൊരു മാല, നെക്ലസ് പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു പട്ടുടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ മായാദേവീനെയും കാണാം. അതേപോലെ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. ഇന്നലെ ഇപ്പോൾ ഗജേന്ദ്രമോക്ഷമായിരുന്നു കളഭാലങ്കാരം. അത് കഴിഞ്ഞ് നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്. വെളുത്ത പൂവാണ് കൂടുതൽ, താമരയുണ്ട്. പിന്നെ മുകളിൽ നിറയെ തുളസിപ്പൂക്കളും. അപ്പോൾ അവിടെ വന്ന് തൊഴുക. പിന്നെ അതിന് ശേഷം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമി നമ്മളെ നോക്കി അനുഗ്രഹിക്കുന്ന പോലെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. മുരുകനെയും കണ്ടു തൊഴാം. ശ്രീകൃഷ്ണനൊക്കെ വന്ന് മാലകളുണ്ട്. പിന്നെ അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് മാലകളുണ്ട്, കുറച്ച് കുങ്കുമേ ഉള്ളൂ, വളരെ കുറച്ച്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കടാവിളക്ക് കത്തുന്ന കാണാം. അത് കഴിഞ്ഞ് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയെ കണ്ട് തൊഴാം. തിരക്ക് എന്ന് പറയാനില്ല, എന്നാൽ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഇന്നലത്തെക്കാട്ടിലും കൂടുതൽ തിരക്കുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് കാണാം. ഗോളക തന്നെയാണ് മുഖത്തൊക്കെ അങ്ങനെ. പിന്നെ ധാരാളം പൂക്കളുണ്ട്. ശിവേലി വിഗ്രഹത്തിലും മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ഉണ്ണീനെ ഒന്നുകൂടി കണ്ടു തൊഴാം ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി. പിന്നെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ കിരീടം ചാർത്തിയിട്ടുണ്ട്, മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട് ചന്ദന ചാർത്ത്. അതുപോലെ ഒരു കറുത്തത് ഇങ്ങനെ ഉത്തരീയം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് ഇങ്ങനെ പട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ധാരാളം മാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് വന്ന് നേരെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.